ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കാനായിട്ട് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന ദയക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കർത്താവിൻ്റെ ക്രൂശീകരണത്തോടുള്ള കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഉള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അടയാളം, അതിനുവേണ്ടി എങ്ങനെ ഒരുങ്ങണം എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ നമ്മൾ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ചില ആൾക്കാരോട് കർത്താവ് വലതുവശത്തുള്ളവരെയും കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കും പോലെ വേർതിരിക്കും. ദൈവവചനം കേട്ടിട്ട് അതുപോലെ പ്രവർത്തിക്കാതിരുന്ന വ്യക്തികളും എന്നാൽ ദൈവവചനം അനുസരിച്ച് പ്രവർത്തിച്ച വ്യക്തികളും അങ്ങനെ അവരെ തമ്മിൽ വേർതിരിക്കും എന്ന് പറയാനായിട്ട് ഇടയായിട്ട് തീർന്നു. ശിഷ്യന്മാരെന്നും ക്രിസ്ത്യാനികളെന്നും ഒക്കെ ധരിച്ച് ജീവിക്കുകയും അങ്ങനെ അല്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. അതെന്ന് മാത്രമല്ല, അതിന് ചില ആ കോണ്ടക്സ്റ്റോട് ചേർന്നുള്ള ചില സ്പെഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻസും നമ്മൾ ഇന്നലെ കേൾക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളത് ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ന് കർത്താവിൻ്റെ 26-ാം അധ്യായം മുതൽ നമ്മൾ കാണുമ്പോൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ഉള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് ഇനി തുടർന്ന് വായിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെ വിചാരണ, ക്രൂശീകരണം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ, ഇവയൊക്കെയാണല്ലോ നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ വായിക്കുന്നത്. വളരെ പരമപ്രധാനമായിട്ടുള്ള, നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് വളരെ പരമപ്രധാനമായിട്ടുള്ള ദൈവവചന ഭാഗങ്ങളാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ട് ഇല്ലല്ലോ. നമുക്കറിയാം, ഇതേ ഭാഗം തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-2 വാക്യങ്ങളിലും ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 1-2 വാക്യങ്ങളിലും എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇന്ന് ചിന്തിക്കുന്ന ഭാഗമാണ്, അല്ല മൊത്തം ഭാഗമല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യപുത്രനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ ആ ഭാഗത്തുനിന്ന് ഹെഡിങ് ആയിട്ട് ഇട്ടേക്കുന്നത്. അത് നമുക്ക് കർത്താവ് തന്നെ പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യമായിട്ട് 2-ാം വാക്യത്തിൽ, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കും, 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാകുന്നുവെന്ന് അറിയുന്നുവല്ലോ, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കും. മരണത്തോടടുത്ത ദിവസങ്ങളിൽ, വളരെ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ആ സമയത്ത് കർത്താവ് വീണ്ടും വളരെ ബോൾഡായിട്ട് കർത്താവ് തൻ്റെ കാര്യം പ്രസ്താവിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മരണത്തെ ഇത്ര സമചിത്തതയോടെയും ഇത്ര നിശ്ചയദാർഢ്യത്തോടെയും സമീപിച്ച വേറൊരു വ്യക്തി ഉണ്ടോ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ഞാൻ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ പല ജയിലുകളിലുമൊക്കെ പോയി പല ജയിൽ പുള്ളികളെയൊക്കെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സമയത്തുള്ള പതിവായിരുന്നു. കേരളത്തിലുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ ജയിലുകളിലും കണ്ണൂർ സെൻട്രൽ ജയിലിലൊക്കെ പലവട്ടം ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് ജയിലുകളിലൊക്കെ അതിന് പിന്നെ എണ്ണമില്ല, വർഷങ്ങളോളം ഞാൻ പോയി, എല്ലാ ഞായറാഴ്ചയും പോയി അവിടെ പോയി സുവിശേഷം അറിയിക്കുകയും വചനം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ അവിടെ ആദ്യം ചെല്ലുമ്പോഴേ ഒരു കാര്യം അവരോട് പറയും, ആരേക്കാളും മെച്ചമായതുകൊണ്ട് ഇവിടെ ഞാൻ വന്നതല്ല, ഞാൻ നിങ്ങളെക്കാൾ നല്ലവനാണ്, അതുകൊണ്ട് നിങ്ങളെ ഉപദേശിക്കാൻ വന്നതല്ല, നിങ്ങളെപ്പോലെ ബലഹീനതയും കുറവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. നിങ്ങളിലുള്ള പല വികാരങ്ങളും എൻ്റെ ഉള്ളിലും ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ സന്ദർഭവശാൽ ചില ആ പ്രവർത്തികളിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇവിടെ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ തമ്മിൽ അടിസ്ഥാനപരമായിട്ട് ഒരു വ്യത്യാസവുമില്ല. നിങ്ങളും പാപികളാണ്, ഞാനും പാപിയെ തന്നെയാണ് എന്നുള്ള കാര്യം അവരെ ഇനീഷ്യലായിട്ട് തന്നെ അറിയിക്കും. അപ്പം തന്നെ അവരുടെ കുനിഞ്ഞിരിക്കുന്ന ചിലരുടെ മുഖം നിവർന്നു വരുന്ന കാണാം. കാരണം അവർ വിചാരിച്ചുകൊണ്ടിരുന്ന പള്ളിയിൽ അച്ഛൻ വന്നേക്കുന്നത് ഞങ്ങളെല്ലാം പാപികളാണെന്നും അയാൾ മാത്രം നീതിമാനാണെന്നും പറയാനാണ് വന്നേക്കുന്നത് എന്ന് വിചാരിച്ചിരുന്നവർ, ഇയാളിങ്ങനെ അല്ലല്ലോ പറയുന്നത്, കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ ഈ പറയുന്നതിന് എന്ന് പലപ്പോഴും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസം തന്നെ അവരുടെ മുഖഭാവത്തിൽ തന്നെ കാണാനായിട്ട് പലപ്പോഴും ഇടയായിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ അവരെ മയക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളല്ല, വളരെ അർത്ഥവത്തായി തന്നെയാണ് നമ്മളത് പറയുന്നത് എന്നുള്ളതും നമുക്ക് തന്നെ അറിയാമല്ലോ. അല്ലാതെ വെറുതെ ആൾക്കാരെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളല്ല. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പാപികളാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ടാണല്ലോ ക്രിസ്തുവിൽ നമ്മൾ നീതീകരണം അന്വേഷിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, വർഷങ്ങളായിട്ട് പെസഹ ആചരിച്ചു വരുന്ന ഒരു സമൂഹം, മോശയുടെ കാലം മുതൽ അവർ മിസ്രയീം വിട്ടു പോകുന്ന നാൾ മുതൽ
ആചരിച്ചു വരുന്ന ഒരു ആചാരമാണ് വർഷത്തിലൊരിക്കൽ അവരുടെ ആ, ആ, ആദ്യത്തെ മാസം 14-ാം തീയതി അത് പെസഹയായിട്ട് ആചരിക്കുകയും തുടർന്ന് ഒരാഴ്ചക്കാലം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആചരിക്കുകയൊക്കെ ചെയ്യുന്ന ചരിത്രമൊക്കെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാമല്ലോ. അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ കഴുതക്കുട്ടിപ്പുറത്ത് വരുന്ന ആ ഉദാഹരണം നമ്മൾ ചിന്തിച്ചപ്പോൾ തന്നെ 10-ാം തീയതി തന്നെ ആടിനെ എടുത്ത് ഒരുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏത് ആടിനെയാണ് ഒരുക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ അവർ നേരത്തെ തന്നെ കൂടി തീരുമാനിക്കണം എന്ന് അവിടെ പറയുന്ന ഭാഗമൊക്കെ നമ്മൾ അന്ന് ചിന്തിച്ചതാണ്. അതുകൊണ്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ എടുത്ത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്. അപ്പം ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ദൈവവചനം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, പഴയ നിയമം പരിശോധിക്കുമ്പോഴും ഈ ന്യായപ്രമാണവും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ മോശെ ജനത്തോട് പ്രസ്താവിക്കുന്നത് നമുക്ക് പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, അതുപോലെ നമ്പേഴ്സ്, ആവർത്തന പുസ്തകം എന്നീ ദൈവവചന ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരിക്കൽ പറഞ്ഞ ന്യായപ്രമാണമൊക്കെ മറന്നുപോയ ഒരു ജനതയ്ക്ക് വേണ്ടി, പുതിയൊരു തലമുറയ്ക്ക് വേണ്ടി പിന്നെയും അത് പറയുന്നതാണ് ആവർത്തന പുസ്തകം. അതുപോലെ തന്നെ നമ്പേഴ്സ് എന്ന് പറയുന്നതും പുതിയ ഒരു കണക്കെടുപ്പ്, അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ള പുതിയൊരു കണക്കെടുപ്പാണ് ഈ നമ്പേഴ്സിൽ നമ്മൾ കാണുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം പലരും മരുഭൂമിയിൽ പട്ടുപോയി. ഈ 40 വർഷത്തെ ഗ്യാപ്പിനിടയിൽ പല കാര്യങ്ങളും സംഭവിച്ചു. അങ്ങനെ പുതിയൊരു കണക്കെടുപ്പ്, എന്യൂമറേഷൻ ആണ് ഈ നമ്പേഴ്സ് എന്ന് പറയുന്ന ഇതിൽ പ്രധാനമായിട്ട് കാണുന്നതായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പുസ്തകമാണല്ലോ ആവർത്തന പുസ്തകവും. കാരണം ഫൈനലായിട്ട് മോശെ മരുഭൂമിയിൽ അല്ലെങ്കിൽ ആ യോർദാന്റെ അക്കരെ ചെന്നതിന് ശേഷം അദ്ദേഹം ജനത്തോട് വീണ്ടും ആ ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങളെ പറയുകയും അങ്ങനെ പിസ്ഗ കൊടുമുടിയുടെ മുകളിൽ കയറി തങ്ങൾ കടന്നു പോകാൻ പോകുന്ന ദേശത്തെ ഒന്ന് കണ്ടതിന് ശേഷം മോശെ അതിനുശേഷം മരിച്ചു എന്നുള്ള കാര്യം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്ഥലത്തെല്ലാം ഈ പറയുന്നത് അല്ല പൂർണ്ണമായിട്ടുള്ള കാര്യം, ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരാൻ പോകുന്നുണ്ട്. നമുക്കറിയാം 18-ാം അധ്യായം 15-ാം വാക്യം ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്, എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും എന്നുള്ള വാക്ക്. ഞാൻ ആ ഭാഗം എടുത്ത് വായിക്കാം. ഡ്യൂട്രോണമി 18-15-ാം വാക്യം, യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എൻ്റെ ദൈവമായ യഹോവയുടെ ശബ്ദം അതെ, ഈ വീണ്ടും അവിടെ പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക്, ആ ഭാഗം പറയുന്നത് നമുക്കറിയാമല്ലോ. അങ്ങനെ ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തവരൊക്കെയും മരണശിക്ഷ അനുഭവിക്കണം എന്നുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം, ഈ പറയുന്ന പ്രമാണമല്ല ഫൈനൽ പ്രമാണം. ഇനി ഒരു പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മോശെ ഈ ന്യായപ്രമാണം കൊടുത്തപ്പോൾ തന്നെ, അവരൊക്കെ കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് ന്യായപ്രമാണം ഞങ്ങൾക്ക് മതി, അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണത വന്നു, ഞങ്ങളെല്ലാം നീതിമാന്മാരായി തീർന്നു, ഇനി ദൈവരാജ്യത്തിൽ ഒന്ന് കയറിയേച്ചാൽ മാത്രം മതി, വേറെ എല്ലാ കാര്യങ്ങളും നിറവേറി എന്നുള്ള വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വരാനിരിക്കുന്ന പ്രവാചകനെ പറ്റി മോശെ തുടങ്ങിയുള്ള പ്രവാചകന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഈ സമയം നമ്മൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവവചനത്തിന് നിവൃത്തിയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലോകത്തിലെ വരവ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടും അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ടും നിവൃത്തിയായത് എന്നും, തുടർന്ന് നമ്മൾ സങ്കീർത്തനങ്ങളിലും യെശയ്യാ പ്രവചനത്തിലും ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, ഈ മശിഹ വരാൻ പോകുന്നു എന്നുള്ള സംഗതിയാണ് പിന്നെയും തുടർന്ന് വായിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു പുതിയ പ്രമാണം ചെയ്യുന്ന കാലം വരും, നിങ്ങളുടെ ന്യായപ്രമാണത്തെ നിങ്ങളുടെ ഹൃദയത്തിലാക്കി നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് ഇരമ്യാവിൻ്റെ പുസ്തകത്തിലും എസെക്കിയേലിൻ്റെ പുസ്തകത്തിലും ഒക്കെ വായിക്കുന്നത് നമ്മൾ എബ്രായ ലേഖനത്തിൽ കോട്ട് ചെയ്യപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. 45-ാം സങ്കീർത്തനം, എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു, നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്നൊക്കെ ഉള്ള ഭാഗങ്ങളും ഒക്കെ നമുക്ക് വളരെ ബൈഹാർട്ടായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്താ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നൽകപ്പെട്ട പ്രമാണം അതിൽ തന്നെ പൂർണ്ണമല്ലെന്നും ഒരു
ഒരു ഫൈനലായിട്ടുള്ള ഒരു ദൈവത്തിന്റെ റവലേഷൻ ഇനിയും ഉണ്ടെന്നുള്ളതും, അങ്ങനെ ഒരു മശിഹ ലോകത്തിൽ വരുമെന്നും പ്രവാചകൻ ലോകത്തിൽ വരുമെന്നും മശിഹ ലോകത്തിൽ വരുമെന്നും മുൻകൂട്ടി പറയപ്പെട്ട് അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുന്നേ തന്നെ പറയപ്പെട്ടിട്ടുള്ളത്, മുൻകൂട്ടി പറയപ്പെട്ടിട്ടുള്ളത്, പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. നമ്മളെക്കാളും കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധമുള്ള വ്യക്തികളായിരുന്നു ഈ ഇസ്രായേൽ മക്കൾ എന്നുള്ളത് നമ്മളൊന്നും മറന്നു പോകരുത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം മശീഹ എവിടെ ജനിക്കും, എങ്ങനെ ജീവിക്കും, അതുപോലെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ എന്താണ് എന്നൊക്കെയുള്ളത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും അതുപോലെ സക്കരിയ പ്രവാചകന്റെ പുസ്തകം, മീഖ, പല പല ദൈവവചന ഭാഗങ്ങളിൽ നിന്നൊക്കെ അവർ കോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് വിശേഷാൽ മത്തായിയുടെ സുവിശേഷത്തിൽ അത് പറയപ്പെട്ടിരിക്കുന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് ഒരു സെൻസ് ഓഫ് എന്താ പറയുന്നത്, ഒരു ആന്റിസിപ്പേഷനിലായിരുന്നു ആ ജനം ഉണ്ടായിരുന്നത്. ആ പ്രമാണത്തിൽ തന്നെ പൂർണ്ണമല്ല, അതിൽ പറയപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇനി ഭാവിയിൽ നിവർത്തിക്കപ്പെടാനുള്ളതാണ് എന്നുള്ള ഒരു കാര്യം മുൻകൂട്ടി തന്നെ പറയപ്പെട്ടിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ എക്സഡസ് അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അവര് ആ മിസ്രയീമിൽ അടിമകളായിരുന്നെങ്കിലും അവിടുന്ന് വിടുവിക്കപ്പെടുന്നതിനുള്ള ബന്ധത്തിൽ അവർ ആചരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഒക്കെ മുൻകൂട്ടി പറയപ്പെട്ടിട്ടുള്ളത് നമ്മുടെക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം അവിടെ ആ 12-ാം അധ്യായം വായിക്കുമ്പം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും, യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. അത് വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം വന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ള വർഷത്തിന്റെ 1-ാം മാസം കണക്കാക്കേണ്ടത് നമുക്കിപ്പോൾ കണക്കാക്കാൻ പറ്റുകയില്ലല്ലോ. നമ്മൾ ഓൾറെഡി ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്നും പറഞ്ഞ് നമ്മൾ കണക്കാക്കി അതിനൊക്കെ ഓരോ സംഭവങ്ങൾ അതിന് നിദാനമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. എന്നാൽ ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ അവന്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണ് അവന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും കണക്ക് കൂട്ടപ്പെടേണ്ടത്. അതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഭാഗത്തുനിന്ന് അതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. 1-ാം മാസമായിരിക്കണമെന്നും ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഓരോരുത്തൻ തിന്നേണ്ടതിന് തക്കവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം എന്നും അന്ന് സന്ധ്യാസമയത്ത് അതിനെ അറുക്കണമെന്നും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ഭക്ഷിക്കണം എന്നും ഒക്കെ അവിടെ എഴുതിയിട്ടുള്ളത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രം ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ അവരോട് കർത്താവ് കൽപ്പന കൊടുക്കുകയും ആ മാസം 14-ാം തീയതി തന്നെ അർദ്ധരാത്രിയിൽ സിംഹാസനത്തിൽ നിന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ട്രയിൽ കിടന്ന തടവുകാരന്റെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു എന്നുള്ള കാര്യം നമുക്ക് അവിടെ ശ്രദ്ധിക്കാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ഇത് നിങ്ങൾ തലമുറയായിട്ട് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് ചെന്ന് കഴിയുമ്പോൾ നിങ്ങളിത് ആചരിക്കേണ്ടതാണ് എന്നുള്ളതും കാണണം. അവിടെ പുളിപ്പൊന്നും ഉണ്ടായിരിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണല്ലോ. എന്താണ് ഈ പുളിപ്പ്, എന്താണ് ഈ പെസഹ എന്നൊക്കെ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിലാണെന്നൊന്ന് പറയപ്പെട്ടിരിക്കുന്നതും നമുക്ക് വളരെ നിശ്ചയമായിട്ട് അറിയാം. കാരണം നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദുഷ്ടതയും ചതിവും ഒക്കെയുള്ള പഴയ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സ്നേഹവും ഒക്കെയുള്ള പുതിയ പുളിമാവ് കൊണ്ട് തന്നെ നമ്മുടെ ഉത്സവം ആചരിക്കുക എന്നവിടെ പറയപ്പെട്ടിരിക്കുന്ന കാര്യം നമ്മൾ ഓർക്കുമല്ലോ. അപ്പോൾ എന്താണ് ഭാവിയിൽ സംഭവിക്കാനുള്ളത് നമുക്കറിയാം. സെറമോണിയലായിട്ട് ഇസ്രായേൽ മക്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് അത് ക്രിസ്തു ആയിരുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാനും മരിക്കാനും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാനും ഇരിക്കുന്ന ക്രിസ്തു എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ദൈവവചനത്തെ ഭാഗങ്ങളിൽ നിന്ന് നമുക്കറിയാം. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്ന അവസ്ഥ, അതുപോലെ നിഴലായിരിക്കുന്നതിനെ പിന്തുടരുന്ന അവസ്ഥ, ഇതൊക്കെ
കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇനിയും നമ്മൾ നിഴലിനല്ല പൊരുളാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു കടന്നു വരികയും ഈ യാഗങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ തിരുവെഴുത്തിനും പ്രകാരം അദ്ദേഹം അടക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നുള്ള കാര്യവും ദൈവവചനത്തിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ഈ പെസഹ കർത്താവ് ജീവിച്ചിരുന്നപ്പം അതിനു മുന്നേയും പെസഹ നടന്നിട്ടുണ്ട്. ഈ പെർട്ടിക്കുലർ പെസഹ കർത്താവിൻ്റെ ജീവിതത്തിൽ അവിടെ കാണുന്ന അവസാനത്തെ ആ പെസഹ എന്ന് നമുക്ക് കാണാം. ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട് 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാകുന്നു എന്ന് പറയുന്നില്ലയോ എന്നവിടെ ചോദിക്കുക. അപ്പോൾ എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇതിനു മുന്നേ 16-ാം അധ്യായം മുതലേ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ പെസഹ അല്ലെങ്കിൽ ഈ മനുഷ്യപുത്രൻ പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും കഷ്ടതകൾ അനുഭവിക്കുകയും അങ്ങനെ ക്രൂശിക്കപ്പെടുകയും വേണ്ടത് എന്ന് കർത്താവ് പറയുകയും പത്രോസ്ലിയ പോയിട്ട് കർത്താവെ നിനക്കതൊരിക്കലും ഭവിക്കരുത് എന്ന് കർത്താവിനോട് ഉപദേശിക്കുകയും നീ എന്നെ വിട്ടുപോ സാത്താനെ എന്ന് പറഞ്ഞ് കർത്താവ് ഇദ്ദേഹത്തെ ശാസിക്കുകയും ചെയ്യുന്ന ഭാഗം നമുക്കൊക്കെ സുപരിചിതമാണല്ലോ. കാരണം അതിന് തൊട്ടു മുന്നേ ബെറിയോനാ ശിമോനെ നീ ഭാഗ്യവാൻ, നിനക്ക് ജഡരക്തങ്ങളല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവത്ര ഇത് വെളിപ്പെടുത്തി തന്നത് എന്ന് കർത്താവ് ശീമോനോട് പറഞ്ഞെങ്കിലും ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗസ്വനായ പിതാവോ പരിശുദ്ധാത്മാവോ ഒന്നുമല്ല. ആ പത്രോസിലൂടെ പിശാച് കടക്കുകയും അത് മാത്രമല്ല സ്വയാനുകമ്പ, സെൽഫ് പിറ്റി. നമുക്കറിയാം നമ്മുടെയൊക്കെ വലിയ ശത്രു ഈ സ്വയാനുകമ്പയാണ്. ഈ സ്വയാനുകമ്പയുള്ള ഒരുത്തൻ ഒരിക്കലും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം അതിന് പകരം അയ്യോ എനിക്കങ്ങനെ പറ്റിയല്ലോ, ഇങ്ങനെ പറ്റിയല്ലോ, എൻ്റെ കഷ്ടവും ദൈന്യതയോ ഒന്നും നിങ്ങൾ കാണുന്നില്ലേ. എന്നാൽ ദൈവത്തിന് നമ്മളോട് തോന്നാത്ത ദൈന്യതയോ സ്നേഹമോ ലോകമനുഷ്യന് വല്ലവർക്കും തോന്നുമോ? അല്ല, ദൈവം നമ്മളെ ഒരു പ്രത്യേക രീതിയിൽ നടത്താനായിട്ട് ആഗ്രഹിച്ചാൽ അതിൽ നിന്ന് വിടുവിക്കാനായിട്ട് ലോകത്തിൽ ആർക്കെങ്കിലും സാധിക്കുമോ? എന്നാൽ നമ്മൾ പലപ്പോഴും മനുഷ്യരുടെ അനുകമ്പ നമ്മുടെ മേൽ ഉണ്ടാവാനായിട്ട് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വികൃതമാക്കിയും പ്രയാസകരമായിട്ടും ഒക്കെ കാണിച്ച് മനുഷ്യൻ്റെ അനുകമ്പ നേടാനായിട്ട് പലപ്പോഴും ശ്രമിക്കും. അതെല്ലാം വെറുതെയാണ്. ദൈവത്തിന് നമ്മളോട് അനുകമ്പ തോന്നിയിട്ടേ കാര്യമുള്ളൂ. അപ്പം ആ നിലയിലുള്ള ഒരു സ്വയാനുകമ്പ നിനക്കങ്ങനെ ഒരിക്കലും ഭവിക്കരുത്. നീ ഇങ്ങനെ വളരെ ശ്രേഷ്ഠനായി ദൈവത്തിൻ്റെ പുത്രനായി വന്നു, ആ വെളിപ്പാട് എനിക്ക് മാത്രം കിട്ടി. അങ്ങനെ നമ്മൾ നിൽക്കുന്ന ഈ സമയത്ത് കർത്താവെ പഠിക്കൽ കൊണ്ട് കലമടയ്ക്കരുത് എന്നൊക്കെയുള്ള ഒരു ഭാവത്തിലായിരിക്കും ഈ പത്രോസ്ലിയ അത് പറയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. എന്നാൽ അത് വേണ്ട. അതിനെ തുടർന്ന് 17-ാം അധ്യായത്തിലും തുടർന്നുള്ള പല ഭാഗത്തും കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ച് കൺഫേം ചെയ്ത് സംസാരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ ഞാൻ എണ്ണി നോക്കിയില്ല. എന്നാൽ ഇത് 6-ാമത്തെ പ്രാവശ്യമാണ് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനായിട്ട് ഏൽപ്പിക്കപ്പെടും എന്ന് പറയുന്നത്. അപ്പം അവിടെ കർത്താവ് പറയുന്ന കാര്യം എല്ലാ പെസഹയ്ക്കും ഇത്രയും വർഷങ്ങളായിട്ട് അന്ന് ജോസിഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നതനുസരിച്ച് 2,56,000 ആടുകളെയാണ് 2.5 മില്യൺ ആൾക്കാരോളം ചേർന്ന് വരുന്ന ആ സ്ഥലത്ത് വെച്ച് ചില മണിക്കൂറുകൾക്കുള്ളിൽ അറുക്കുന്നത്. നമുക്കറിയാം ഈ ആടുകളെ, ഇത്രയും ആടുകളെ ഒരു 2 മണിക്കൂർ കൊണ്ടോ ഒക്കെ അറുത്ത് തീരണമെങ്കിൽ ഒരു 2-3 ഒക്കെ പുരോഹിതന്മാർ 2 പേരാണെന്ന് എനിക്ക് തോന്നുന്നു നിന്ന് 1 മിനിറ്റിൽ 2 ആടുകളെ വെച്ച് അറുക്കണം. അങ്ങനെ അവസാനം ഈ ആടുകളുടെ എല്ലാം രക്തം ഒഴുകി താഴത്തോട്ടൊഴുകി കിദ്രോൻ തോട്ടിൽ അവിടെ കലരും. കിദ്രോൻ തോട്ട് വരെ അത് ഒലിച്ചു വരും എന്നായിരുന്നു നമ്മൾ ചരിത്രകാരന്മാർ പറയുന്നത്. ജോസിഫസ് അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അതായിരുന്നു അന്നത്തെ രീതി. അപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയധികം മൃഗങ്ങളെ, നമുക്കറിയാം യാഗങ്ങളെ ഞാൻ ഇച്ഛിച്ചില്ല, നീ ആഗ്രഹിക്കുന്ന തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു നുറുങ്ങിയുള്ള ഹൃദയത്തെ നീ നിരസിക്കുകയില്ലല്ലോ എന്നുള്ള ദൈവവചന ഭാഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ ആടുകളുടെ മാംസം തിന്നുമോ, അതെനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നും പ്രവാചകന്മാർ മുഖാന്തരം ചോദിക്കുന്ന ദൈവവചനത്തെ നമുക്കറിയാമല്ലോ. പലരും ഇത് രക്തദാഹിയായ കർത്താവ്, രക്തദാഹിയായ ദൈവം, അല്ലെങ്കിൽ രക്തദാഹിയായ ദാഹത്തിൻ്റെ പരിപാടിയാണ് ചെയ്തത് എന്നൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ മാംസം ദൈവം തിന്നുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ രക്തം കർത്താവ് കുടിക്കുമോ എന്ന് വ്യക്തമായി ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് യാഗം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അനുഭവവും അവൻ്റെ സമർപ്പണവും ദൈവത്തോടുള്ള സ്നേഹവും അല്ലെങ്കിൽ ആ ഹൃദയത്തിൻ്റെ അനുഭവമാണ് ഒരു വ്യക്തി
ഈ യാഗത്തിലൂടെ പ്രദർശിപ്പിക്കുന്നത്, നിഴലായിട്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ അത് ചെയ്യുമ്പോൾ തന്നെ അവൻ്റെ ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിലുള്ള വേറെ ഏത് കാര്യങ്ങൾ കൊണ്ടും എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. അത് ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ആത്യന്തികമായിട്ടുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാട് യാഗമായി തീരുന്ന ഒരു കാര്യമുണ്ട്. അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലാണ് എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നതെന്ന് ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് പ്രസ്താവിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഈ യാഗങ്ങൾ. അതാണ് ഈ യാഗത്തിൻ്റെ വാലിഡിറ്റി. അല്ലാതെ ആടിൻ്റെയോ അല്ലെങ്കിൽ ആ കർമ്മത്തിൻ്റെ ഒരു പെർഫെക്ഷൻ മാത്രമല്ല, അതിലുപരിയായിട്ട് അവൻ്റെ ഹൃദയത്തിലുണ്ടാവേണ്ട ഒരു ഭാവം. അത് നമ്മൾ ദാവീദിൻ്റെ സങ്കീർത്തനം 51 സങ്കീർത്തനം അവസാന ഭാഗങ്ങളിൽ നമ്മൾ ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുള്ളതാണ്. ആദ്യം നിനക്കിത് വേണ്ടാന്നും പറയുന്നു, പിന്നെ പറയുക, അപ്പോൾ ഞാൻ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. നീ എൻ്റെ ഹൃദയത്തെ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കി, ദൈവമേ, നിന്റെ കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് എനിക്ക് കിട്ടുമ്പോൾ, അത് ലഭിക്കുമ്പോൾ, എനിക്ക് വേണ്ടി ബലിയാകാൻ പോകുന്ന ദൈവകുഞ്ഞാടിന് ശരണപ്പെടാൻ തക്കവണ്ണം വിശ്വാസത്താൽ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വഴി എന്താണെന്ന് ഹാബേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതുപോലെ, പഴയ നിയമകാല വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ തന്നെ നീ എന്നെ, എൻ്റെ ഹൃദയത്തെ ആ നിലയിൽ ഗൈഡ് ചെയ്യുമ്പോൾ ഈ യാഗത്തിനുമൊക്കെ ഒരു 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 താൽക്കാലികമായ ഒരു അർത്ഥം കൈവരിക. അപ്പം നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് പിന്തുടർന്നു വരുന്ന ഇത്ര വലിയ മൃഗങ്ങളുടെ ഒരു യാഗം, അത് കാരണം നമുക്കറിയാമല്ലോ, ഈ യാഗം കഴിക്കുന്ന മൃഗങ്ങൾ പാപം ചെയ്തിട്ടുമില്ല, അവര് എന്തെങ്കിലും പറഞ്ഞിട്ടുമില്ല, ഏറ്റു പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വ്യക്തി അതിൻ്റെ തലയിൽ കൈവെക്കുമ്പോഴാണ് ഈ യാഗത്തിന് അത് അവൻ്റെ പാപം അല്ലെങ്കിൽ അവൻ്റെ കുറ്റമാണ് ആരോപിക്കപ്പെടുന്നതെന്ന് പ്രതീകാത്മകമായിട്ട് സ്ഥാപിക്കപ്പെടുന്നത്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതാ കർത്താവ് പറയുക, ഇനിയും ഈ ഇത്രയും നാൾ ഈ പെസഹ നിഴലായിട്ട് വരാൻ പോകുന്ന മനുഷ്യപുത്രൻ അല്ലെങ്കിൽ ഈ ലോകത്ത് കാലത്തികവിങ്കൽ ജനിക്കാൻ പോകുന്ന മനുഷ്യപുത്രൻ്റെ നിഴലായിട്ട് ഈ യാഗം ഒക്കെ നിഴലായിട്ട് ഇത്രയും നാൾ നടന്നു. ഇതാ പൊരുളായിട്ട് ഈ പെസഹയോടുകൂടെ അത് സ്ഥാപിക്കപ്പെടുകയാണ്. എന്തിനു വേണ്ടി ഇത്രയും നാളുകൾ ഈ കർമാചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെസഹയും ഒക്കെ നിവർത്തിച്ചുവോ? ഇതാ യഥാർത്ഥ പെസഹ കുഞ്ഞാട് ഈ പ്രാവശ്യം അവിടെ നമ്മൾ വായിക്കുന്നത്, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കും, പെസഹ ഈ 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് നമ്മൾ വായിക്കുക. എത്ര സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവും തൻ്റെ മരണവും ഒക്കെ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ടൈമിലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം 4:4, റോമർക്ക് എഴുതുന്ന ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ ഈ റോമർക്ക് എഴുതുന്ന ലേഖനം 5-ാം അധ്യായം 6-ാം ഞാൻ വളരെയധികം ധ്യാനിച്ചിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ് റോമർക്ക് എഴുതുന്ന ലേഖനം. അതിൽ 5-ാം അധ്യായം വളരെ നമുക്കറിയാം, എന്തോ മാഗ്ന കാർട്ടാന്നോ അങ്ങനെ കണ്ട് പറയുന്നത് പോലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുപോലുള്ളൊരു ദൈവവചന ഭാഗമാണല്ലോ ഈ പറയുന്ന റോമർക്ക് എഴുതുന്ന ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അന്ന് 5-ാം അധ്യായം 6-ാം വാക്യം, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുണിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എനിക്ക് ആ തക്ക സമയം എന്നുള്ളത് ഇന്ന് രാവിലെ വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം. തക്ക സമയത്ത്, അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തല്ല. ഗലാത്യർക്ക് എന്ന ലേഖനത്തിൽ വായിക്കുന്ന പോലെ കാലസമ്പൂർണതയിങ്കൽ ആ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാമും പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ തക്ക സമയത്ത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ ആ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രധാനപ്പെട്ട നിവൃത്തി അവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു.
പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്നവർക്ക് മുന്നോട്ട് നോക്കി ഇതാ ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ദൈവകുഞ്ഞാട് യാഗമാകാൻ പോകുന്നു. ദൈവം ഒരുക്കിയ ഒരു വഴി അവിടെ ഉണ്ട്. സൗജന്യമായി നീതീകരിക്കപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. ഈ ഭാഗ്യവർണ്ണനയാണ് അബ്രഹാമും ദാവീദും പറഞ്ഞത് എന്ന് റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അധർമ്മം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്നുള്ള 32-ാം സങ്കീർത്തനത്തിലെ ആദ്യ വാക്യങ്ങളെ അത് കോട്ട് ചെയ്തുകൊണ്ട് അവിടെ പൗലോസ് അത് എഴുതുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ തക്ക സമയത്താണ് ഈ ക്രിസ്തു മരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ വായിക്കുന്ന സമയം, ഈ അധ്യായത്തിൽ വായിക്കുന്ന ഈ സമയം എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ പെർഫെക്റ്റ് ടൈമിങ്. തൻ്റെ പുത്രനായ യേശു ഈ ലോകത്തിലേക്ക് വന്ന് മരിക്കുക എന്നുള്ളത് ദൈവം നിത്യതയിൽ തന്നെ, ലോക സൃഷ്ടിക്ക് മുന്നേ തന്നെ ദൈവം പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം. പല ആൾക്കാർ പറയുന്നത് പോലെ ആദാമിനെയൊക്കെ സൃഷ്ടിച്ച് അവിടെ ആക്കി, അതിനുശേഷം അവരങ്ങ് തെറ്റ് ചെയ്തു. അന്നേരമാ ദൈവത്തിന് തോന്നിയത് അയ്യോ ഇത് വേണ്ടായിരുന്നു, വേറെ വല്ല വഴിയും നോക്കിയാൽ മതിയായിരുന്നെന്ന് തോന്നി. അങ്ങനെ ഒരു ആഫ്റ്റർ തോട്ടായിട്ട് ദൈവം ചെയ്ത ഒരു പരിപാടിയാ ഈ ക്രിസ്തു മരിക്കുക എന്നുള്ളത്. പലരും പറയുകയും ആ ദൈവവചനത്തിന്റെ അന്തവും കുന്തവും അറിയാത്ത ചില ആൾക്കാർ പറഞ്ഞു പരത്തുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളാണല്ലോ. വചനം എടുത്ത് പരിശോധിച്ച് നോക്ക്. പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ, ഏതെങ്കിലും ഒരു ഭാഗത്ത് ദൈവത്തിന് ഒരു പദ്ധതി നടക്കാത്തത് കൊണ്ട് ദൈവത്തിന്റെ പ്ലാൻ ബി ആയിട്ട് ദൈവം നടത്തിയ ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം എന്ന് എങ്ങും എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ ഇത് മുന്നീമിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഇത് ഉറപ്പിക്കേണ്ട കാര്യം, ദൈവിക പദ്ധതികൾ ഇങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഇത് ദൈവത്തിന് പിന്നീടുണ്ടായ ഒരു ചിന്തയല്ല. താൻ സൃഷ്ടിക്കുന്ന മനുഷ്യൻ അവൻ പാപത്തിൽ വീഴും എന്നുള്ളതും മാത്രമല്ല, സൃഷ്ടിയിൽ എല്ലാ ദൈവത്തിന്റെ സാദൃശ്യത്തോടും സ്വരൂപത്തോടും എന്ന് പറയുമ്പോൾ തന്നെ അത് കേവലം ആ സ്ട്രക്ചറിലാണ് ആ സാദൃശ്യവും സ്വരൂപവും ഒക്കെ ആയിത്തീർന്നത്. എന്നാൽ ക്രിസ്തുവിനോട് നാം അനുരൂപപ്പെടാൻ വേണ്ടി അനേക പുത്രന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്, തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നു. അപ്പം എന്തിനാ മുൻനിയമിച്ചിരിക്കുന്നത് എന്നവിടെ വ്യക്തമായി റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന്. അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. 8-ാം അധ്യായം 29. അതെ, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൊരിന്ത്യ ലേഖനം പഠിച്ചതുപോലെ നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ നാം സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. സൃഷ്ടിയിൽ മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമയായിരുന്നു ധരിച്ചിരുന്നത്. എന്നാൽ ഈ വീണ്ടെടുക്കപ്പെടുന്നതോടുകൂടെ നാം സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും എന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം എന്തായിരുന്നു, ദൈവ ആലോചന എന്തായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അത് പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ദൈവത്തിനുണ്ടായ ഒരു ടെൻറ്റേറ്റീവായിട്ട് ദൈവം ചെയ്ത ഒരു പ്രോഗ്രാം അല്ല ഈ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളത്. ദൈവം ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ തൻ്റെ പുത്രനെ അനേകരുടെ സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനായിട്ട് ദൈവത്തിൻ്റെ നിത്യ പദ്ധതിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനിയും കൂടുതൽ ആ ഭാഗത്തൊന്നും വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് മുന്നോട്ട് നമുക്ക് ചിന്തിക്കാമല്ലോ. ഇന്ന് നമ്മുടെ അബ്രഹാം പാസ്റ്റർ ഇല്ല, അതുകൊണ്ട് ഇച്ചിരി വിശാലമായിട്ടൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം ഉള്ളപ്പം വിശാലമായിട്ട് പറയാൻ പറ്റുന്നില്ല എന്നർത്ഥമില്ല, സമയ പരിധി ഉണ്ടല്ലോ, അതാ ഉദ്ദേശിച്ചത്. 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും എന്നവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം തന്നെ ഒരു മാനുഷികമായിട്ടുള്ള ഒരു ആലോചന നമുക്കവിടെ കാണാം. അതിവിടെ മാത്രമല്ല, മർക്കോസിലുണ്ട്, യൂക്കോസിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നമ്മൾ കാണുന്നത് ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്താരുത്. കാരണം ആൾക്കാരൊക്കെ 2.5 ലക്ഷത്തോളം ആൾക്കാർ, യഹൂദന്മാർ പല സ്ഥലത്തുനിന്ന് അന്ന് വന്നുകൂടും. ഈ വലിയ, നമുക്കറിയാം അന്റോണിയോ ഫോർട്രസ് എന്ന് പറയുന്ന ആ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ ചേർന്ന് തന്നെ
ക്രമസമാധാനമൊക്കെ നിലനിർത്താനൊക്കെ വേണ്ടി ഈ ആൾക്കാരൊക്കെ വന്നുകൂടുമ്പം വലിയ പ്രശ്നം ഉണ്ടാകാതെ ഒന്നും ഇരിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ തന്നെ അവിടെ ഒരു കോട്ടയും ഒരു സംവിധാനവും ഒരു ടവറും ഒക്കെ അവിടെ ഉള്ളതായിട്ട് നമുക്ക് ടെമ്പിൾ കോംപ്ലക്സിന് അത് പരിശോധിച്ച് നോക്കുമ്പം അന്നത്തെ കാലത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അത്ര ക്രമസമാധാനമൊക്കെ കൈവിട്ടു പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. കാരണം പല വിപ്ലവകാരികളായിട്ടുള്ള ആൾക്കാർ പല സ്ഥലത്തുനിന്ന് വരും. റോമാ ഗവൺമെന്റിന്റെ അധീനത വളരെ കയ്പോടുകൂടെ അനുഭവിക്കുകയും അത് എങ്ങനെയെങ്കിലും അത് മാറിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് യഹൂദന്മാരിൽ മിക്ക പേരിലും. അതിൽ ഈ ഗലീലക്കാരെന്ന് പറയുന്ന ആൾക്കാർ വിപ്ലവകാരികളിൽ വലിയ മുമ്പന്മാരാ. അവന്മാർ വിപ്ലവം ഉണ്ടാക്കുന്നതിനൊന്നും ഇച്ചിരി പുറകിലൊന്നുമല്ല. നമുക്കറിയാമല്ലോ, ചില ഗലീലക്കാരുടെ രക്തം പീലാത്തോസ് യാഗത്തിൽ കലർത്തിയെന്നു അത് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗത്ത് നമുക്ക് കാണാം. ഇവന്മാർ ചില്ലറ ആൾക്കാരൊന്നുമല്ല, ഭയങ്കര വിപ്ലവകാരികളായിട്ട് ഏത് പ്രതിസന്ധിയെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകാനൊക്കെ മനസ്സ് കടുപ്പിച്ച ആൾക്കാരായിരുന്നു ഈ ആൾക്കാരെന്നും. അതുകൊണ്ട് അവിടുത്തെ ക്രമസമാധാന നില വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എപ്പോഴും ഗവൺമെന്റ് ഇരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഈ ആൾക്കാരെല്ലാം കൂടി വരുന്ന സമയത്ത് നമുക്കറിയാം, ഉപായത്തിൽ യേശുവിനെ ഉപായത്താൽ പിടിച്ച് കൊല്ലുവാൻ ആലോചിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ എങ്ങനെങ്കിലും ഉപായത്താൽ യേശുവിനെ പിടിക്കണം എന്നവർ ആലോചിക്കുകയും അതിനുള്ള ഉപായം എന്താണ്, എവിടെ വെച്ച് ആൾക്കാരുടെ കണ്ണിപ്പെടാതെ യേശുവിനെ എങ്ങനെ പിടിക്കാൻ പറ്റും, വലിയ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാതെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തതുപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റും, യേശുവിനെ കൊല്ലുകയും വേണം, എന്നാൽ അദ്ദേഹത്തെ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നം ഉണ്ടാകാനും പാടില്ല. ഈ നിലയിൽ എങ്ങനെ ചെയ്യണമെന്ന് അവർ ആലോചിച്ചപ്പം അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഈ ഫെസ്റ്റിവലിന്റെ സീസൺ അങ്ങ് കഴിയട്ടെ. ഈ ഫെസ്റ്റിവലിന്റെ സീസൺ അങ്ങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തരത്തിലിത് ചെയ്യാം എന്നുള്ളത്. അപ്പം സത്യം പറഞ്ഞാൽ രണ്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ആലോചനയാണ്. കർത്താവ് ഉറപ്പായിട്ട് പറയുന്നു, ഈ പെസഹയ്ക്ക് മനുഷ്യപുത്രനെ ക്രൂശിക്കുന്നതിന് ഏൽപ്പിക്കും എന്ന് കർത്താവ് പറയുകയും, എന്നാൽ ക്രൂശിക്കാൻ ഇരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനല്ല വിചാരിക്കുന്നത്. ഈ പെസഹയ്ക്ക് വേണ്ട, പെസഹ ഒന്ന് കഴിയട്ടെ, അല്ലെങ്കിൽ ഈ ആൾക്കാരെല്ലാം കൂടി വരുന്ന ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തരത്തിൽ കർത്താവിനെ ഉപായത്താൽ പിടിച്ച് കൊല്ലാം, ജനത്തിന്റെ ഇടയിൽ കലഹമുണ്ടാകാതിരിക്കാൻ പെരുന്നാളിൽ അരുത് എന്ന് പറഞ്ഞവർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർക്ക് വളരെ അസുലഭമായ ചില അവസരങ്ങൾ കൈവന്നത് എന്നുള്ളതും, യേശു കർത്താവിൻ്റെ ശിഷ്യനെ സ്വാധീനിക്കുകയും അദ്ദേഹത്തിന് പണം കൊടുക്കുകയും ആ പണം കൊടുത്തപ്പോൾ അദ്ദേഹം അതിന് സ്വാധീനത്തിന് വിധേയനായി തീരുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. എന്ന് മാത്രമല്ല, ഈ ജനത്തിൻ്റെ കൂട്ടത്തിൽ ഇരിക്കാതെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന രാത്രിയിൽ ഏകനായി ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് പോയി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം, അങ്ങനെ ആർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാതെ രായ്ക്ക് രാമാനം ഈ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്താം എന്നൊക്കെയുള്ള ഒരു സാഹചര്യം അവർക്ക് കൈവന്നു. അവർ പോലും പ്രതീക്ഷിച്ച ഒരു വിഷയമല്ല, ഒരു ലോട്ടറി അടിച്ചതുപോലെ അവർക്ക് തോന്നിയത്. കാരണം നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്തു, എന്നാൽ ദൈവം അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കെ കാര്യങ്ങൾ നടക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പം നമുക്ക് നോക്കിക്കേ, ശത്രുക്കൾ പോലും ആലോചിക്കുന്ന ആലോചനയല്ല ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് നിറവേറുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ദൈവഹിതത്താലാണ് താൻ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടത്. ദൈവഹിതത്താലാണ് അത്തരമൊരു അവസരം ഉണ്ടായത്. ദൈവഹിതത്താലാണ് തക്ക സമയത്ത് അവൻ അഭക്തർക്ക് വേണ്ടി മരിച്ചത് എന്നുള്ള കാര്യം നമ്മൾ വളരെ ശ്രദ്ധിച്ച് അവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതിന് വിരോധമായിട്ട് ഈ ക്രൂശിക്കാൻ പോകുന്നവരാരാണോ അവർ ചിന്തിച്ചിട്ട് പോലും അവരുടെ ആലോചന പോലും നടപ്പായില്ല. ആ പെസഹയിൽ സമയത്ത് തന്നെ അവൻ ക്രൂശിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ എത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, അന്ന് വരെ ആചരിച്ചു വന്നുകൊണ്ടിരുന്ന ഈ പെസഹയ്ക്ക് ആ പെസഹയോടുകൂടെ ഒരു പുതിയ അർത്ഥം കൈവരികയാണ്, അല്ലെങ്കിൽ അതിൽ ഒളിഞ്ഞിരുന്ന അർത്ഥം വെളിപ്പെടുകയാണ്. ഇത്രയും നാള് ഒന്നും ചെയ്യാത്ത കുറച്ച്, അല്ലെങ്കിൽ നിരപരാധികൾ എന്ന് പറയാൻ പറ്റത്തില്ല, വാക്കും സംസാരിക്കാനോ പറയാനോ ഒന്നും കഴിയാത്ത കുറച്ച് ആടുകൾ ആ സമയത്ത് അറുക്കപ്പെടുകയും അതിൻ്റെ രക്തം എടുത്ത് അല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പണ്ട് നടന്ന
വിടുതലിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് വേണ്ടത് ആത്യന്തികമായിട്ട് അത് ഒരു രാഷ്ട്രീയമായ വിടുതലല്ല. അന്ന് അവർക്ക് ലഭിച്ചത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിടുതൽ, ലോകപ്രകാരമുള്ള ഒരു അടിമത്തത്തിൽ നിന്നുള്ള ഒരു വിടുതലാണെങ്കിൽ മനുഷ്യൻ ആത്യന്തികമായിട്ട് വേണ്ടത് പാപത്തിൽ നിന്നുള്ള വിടുതലാണ് അവന് വേണ്ടത് എന്ന് അവൻ ഗ്രഹിക്കത്തക്കവണ്ണം അവരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് ക്രൂശിക്കപ്പെടുന്നത് എന്ന് അവിടെ നമുക്ക് ദൈവവചനത്തിൽ വ്യക്തമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണാം, കർത്താവ് എവിടെയെങ്കിലും പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നിശ്ചയമായിട്ടും കർത്താവ് പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പാപത്തിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. പാപികൾക്ക് വേണ്ടിയാണ് തൻ്റെ ജീവനെ കൊടുക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ ആരെങ്കിലും അതിനുശേഷം വന്നവർ എന്തായാലും ഒരു മരണമുണ്ട്, അത് നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയക്കാർ മരണം ഒരു വലിയ ആഘോഷമാക്കി മാറ്റി ഇതൊക്കെ സ്ഥാപിക്കുന്നത് പോലെ ആക്കി വെച്ച പരിപാടിയല്ല. കർത്താവ് ജനിക്കുന്നതിന് മുന്നേ ജീവിച്ചിരുന്ന സമയത്ത് തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ, തൻ്റെ പഠിപ്പിക്കലിലൂടെ മനുഷ്യപുത്രൻ പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും അവരെല്ലാം കഷ്ടവും സഹിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ് എന്ന് പിന്നെയും പ്രസ്താവിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതായിട്ടുള്ള കാര്യം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിലെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? അത് എങ്ങനെ അത്ഭുതം നടത്തണം, എങ്ങനെ രോഗശാന്തി കൊടുക്കണം എന്നുള്ളതായിരുന്നു അല്ല. അദ്ദേഹം ഈ പ്രധാന സത്യത്തെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചു എന്നുള്ളതും, അത് മനുഷ്യൻ്റെ രക്ഷയുടെ അനുഭവത്തിന് അല്ലെങ്കിൽ വീണ്ടും ജനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അത് ഇടയായി തീരേണ്ടതിന് വേണ്ടി കർത്താവ് അത് ഉപയോഗിച്ചു എന്നുള്ളതും വളരെ വാസ്തവം തന്നെയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലെയും പ്രസംഗത്തിലെയും പ്രധാനപ്പെട്ട പരിപാടി അത് പ്രധാനപ്പെട്ട പ്രസംഗ വിഷയമെന്ന് പറയുന്നത് മനുഷ്യപുത്രൻ പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും കഷ്ടത അനുഭവിക്കുകയും എല്ലാം അങ്ങനെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റേണ്ടതാകുന്നു എന്നുള്ളതായിരുന്നു എന്ന് മാത്രമല്ല, യെരൂശലേമിൽ തുടങ്ങി ലോകത്തിൻ്റെ അറുതി വരെയും ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും പാപത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനമുണ്ടാകത്തക്കവണ്ണം അവനെ ആന്തരികമായിട്ടുള്ള ഒരു വിടുതലാണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പം കേവലം മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്നതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അവർ ആചരിച്ചുകൊണ്ടിരുന്ന ഈ കാര്യത്തിന് ഒരു പുതിയ അർത്ഥവും മാനവും തലവും കർത്താവ് അന്ന് പുതുതായിട്ട് അവിടെ പ്രകടിപ്പിക്കുക. അത് നേരത്തെ അത് വചനം വായിക്കുന്നവർക്ക് മനസ്സിലാകും. എന്നാൽ തന്നെ കർത്താവ് അതിൻ്റെ അർത്ഥം തന്നെ മാറ്റിക്കളഞ്ഞു. ഇത് ഈ യാഗം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി മനുഷ്യപുത്രൻ തന്റെ ജീവനെ നൽകുന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഈ പെസഹ കുഞ്ഞാടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? പാപത്തിന് അടിമപ്പെട്ട മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ഈ യഥാർത്ഥ പെസഹ കുഞ്ഞാടായിട്ടുള്ള കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നതാണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് കർത്താവ് തൻ്റെ ഈ പ്രസംഗത്തോടുകൂടെ അല്ലെങ്കിൽ താൻ സ്വയം ക്രൂശിക്കപ്പെടാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതിലൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൈവവചനത്തിലെ ഉപയോഗം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എഫേസ്യ ലേഖനം അതുപോലെ വേറെ ഒരു ലേഖന ഭാഗത്തും കൂടെ അതുകൊണ്ടൊന്നു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ആരെങ്കിലും പിടിച്ച് കെട്ടിയിട്ട് യാഗമാക്കുക അല്ല ചെയ്തത്, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ പീലാത്തോസിനോട് പറയുക, നീ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ എൻ്റെ പിതാവ് നിനക്ക് അധികാരം തന്നിട്ടാ. എൻ്റെ പിതാവ് നൽകാത്ത ഒരു അധികാരവും ഈ ലോകത്തിലില്ല. എൻ്റെ പിതാവിൻ്റെ ഹിതം ചെയ്യാൻ തക്കവണ്ണമാ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരിക. തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ, ഇന്നത്തെ ഈ ദുഷ്ടലോകത്തിൽ നമ്മളെ വിടുവിക്കേണ്ടതിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ ഇതുപോലുള്ള പ്രയോഗങ്ങൾ നമുക്ക് വചനത്തിൽ കാണാം. അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് അന്നുവരെയുള്ള ആ ഭൗതിക അർത്ഥതലങ്ങളിൽ നിന്ന് മാറി യഥാർത്ഥ ഒരു ആത്മീയമായിട്ടുള്ള ഒരർത്ഥം അതിൻ്റെ എന്താണ് എന്ന് കർത്താവ് കാണിച്ചു കൊടുക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമുക്കറിയാമല്ലോ, എത്രയോ ദൈവവചന ഭാഗങ്ങളുടെ നിവർത്തിയാണ് തൻ്റെ ക്രൂശീകരണത്തോടുകൂടെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് 53-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളുണ്ട്. അങ്ങനെ നീതിമാനായ തൻ്റെ ദാസൻ അനേകരെ ഞാൻ ആ ഭാഗം എടുത്ത് വായിക്കും. എത്രമാത്രം നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന വാക്യങ്ങളാണ് അതെന്ന് നമുക്ക്. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. 10-ാം വാക്യം തൊട്ട് വായിക്കുന്നു. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി,
അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്നഫലം കൊണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് ബലവാന്മാരോടുകൂടി ഓഹരി കൊടുക്കും. ബലവാന്മാരോടുകൂടി അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്കും വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യാൽ തന്നെ എന്ന് നമ്മൾ വായിക്കുക. എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗമാണ് പ്രിയപ്പെട്ടവരെ. യഹോവയുടെ ഇഷ്ടം അവൻ്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. എത്ര മനോഹരമായിട്ട് ദൈവദാസൻ അത് വിവരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന കാര്യം. ദൈവഹിതം എന്താണ്? ദൈവ ഇഷ്ടത്തിൻ്റെ ഇഷ്ടം എന്താണ്? അവൻ സന്തതിയെ കാണും. ക്രൂശിൽ തൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന അപമാനമോർത്ത് അവന് സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന് വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി യേശുവിൻ്റെ നാമത്തിങ്കൽ ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങുകയും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഫിലിപ്പി ലേഖനത്തിലെ വാക്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. നോക്കിയാട്ടെ, ആ ക്രൂശിനും അല്ലെങ്കിൽ ആ പെസഹയ്ക്ക് ക്രൂശ് മരണത്തിന് നമുക്കറിയാം യെശയ്യാവ് ഇത് പ്രവചിക്കുന്ന സമയത്ത് ക്രൂശ് മരണം ഇല്ലാത്ത ഒരു സമയത്ത് യെശയ്യാവ് ഇത് അങ്ങനെ ഒരു ശിക്ഷാവിധിയേ ഇല്ല. എന്നാൽ അതൊരു പ്രവചനം തന്നെയാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ ക്രൂശീകരണം തന്നെ റോമാ സാമ്രാജ്യം കൊണ്ടുവന്നതിൽ പിന്നെ നിലവിൽ വന്ന ഒരു കാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. നോക്കിയാട്ടെ, കർത്താവിലൂടെ പറയുന്നത് ഇത്രയും നാളത്തെ കുഞ്ഞാട് വേറെയാണ്, ഇന്ന് ഈ പ്രാവശ്യത്തെ കുഞ്ഞാട് ഞാനാണ് ഈ കുഞ്ഞാട് എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും നമുക്കറിയാം എത്രയോ പേര് കർത്താവിന് ചില ദിവസങ്ങൾ മുന്നേ എഴുന്നേറ്റ് ഹോശന്നാ പാടിയവരാ. അവരെല്ലാം കർത്താവിനെ ക്രൂശിക്കുന്നതിനും ഒക്കെ അനുകൂലമായിട്ട് തുടർന്ന് പറയുന്ന ഭാഗങ്ങളാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ ആ വചനം ഒന്ന് വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കട്ടെ. പെസഹ ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അന്ന് മനുഷ്യപുത്രൻ ക്രൂശിക്കാൻ ഏൽപ്പിക്കും എന്ന് അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും കയ്യഫാ പുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി. നമുക്കറിയാം കർത്താവിനെ ക്രൂശിക്കാനായിട്ട് ഇടയായി തീർന്ന വ്യക്തികൾക്കൊക്കെ എന്നാ സംഭവിച്ചെന്നുള്ളത് നമുക്കറിയാം. ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ജോസിഫസ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. കയ്യഫാ പുരോഹിതൻ അവസാനം ആത്മഹത്യ ചെയ്യുന്ന ഒരു നിലയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. പീലാത്തോസിന് മാനസികാസ്വാസ്ഥ്യം ബാധിച്ച് അദ്ദേഹം അങ്ങനെ ആയിത്തീർന്ന ചരിത്രവും ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇവർക്കൊക്കെ കർത്താവിനെതിരെ ഇത് നടക്കുകയും കയ്യഫാ പുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി. അപ്പം ആ വർഷം ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനം രക്ഷപ്പെടാൻ വേണ്ടി ഒരുത്തൻ ക്രൂശിക്കപ്പെടുന്നത് നല്ലതെന്ന് പ്രവചിച്ച ഒരാളായിരുന്നു അദ്ദേഹം എന്നുള്ളത് നമ്മൾ പറയപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തവർക്ക് നമുക്കറിയാം ഇതൊക്കെ ദൈവവചനത്തിൻ്റെ നിവർത്തീകരണം തന്നെയായിരുന്നെങ്കിലും ഈ ചെയ്ത വ്യക്തികളൊക്കെ അവരുടെ സ്വന്തം തീരുമാനത്തിൽ നിന്നും അവരുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ തന്നെ ചെയ്ത കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ മുൻനിർണയവും ദൈവത്തിൻ്റെ മുന്നറിവും ഒക്കെ നമുക്ക് ഗ്രഹിക്കുന്നത് വരെ നമുക്ക് അത് ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായിട്ട് നമ്മുടെ മനസ്സിൽ തുടരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വർഗത്തിൽ ചെന്നാലും നമുക്കിതിന് ഉത്തരം മനസ്സിലാകുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് ചില സംശയമുണ്ട്. എന്നാൽ തന്നെ ഇതത് മനസ്സിലാകും എന്ന് തൽക്കാലം നമുക്ക് വിചാരിക്കാം. അതുവരെ നമുക്കിങ്ങനെ ഓരോ ദിവസവും ഓരോന്നൊക്കെ വാദിച്ചും പിടിച്ചും ഒക്കെ ഇങ്ങനെ നടക്കാം. എന്നാൽ അവർ ചെയ്ത കാര്യങ്ങൾക്ക് അവർ തന്നെയാണ് ഉത്തരവാദി എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് കഴിയുമല്ലോ. കാരണം അവരുടെ പല ആലോചനകളും തീരുമാനങ്ങളും ഒക്കെ ഇതിന് കാരണമായിട്ട് തീരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുവിനെ ഉപായത്താൽ പിടിച്ച് കൊല്ലുവാൻ ആലോചിച്ചുവെങ്കിലും ജനത്തിൽ ബഹളമുണ്ടാകാതിരിക്കാൻ പെരുന്നാളിൽ അരുത് എന്ന് പറഞ്ഞു. തുടർന്ന് നമ്മൾ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് വിലയേറിയ തൈലം കൊണ്ടുവന്ന് ശിമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ കൊണ്ടുവന്ന് കർത്താവിനെ അഭിഷേകം ചെയ്യുന്ന കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, നാളെ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കാം. നമ്മൾ വിചാരിക്കുന്നവരെല്ലാം ഒരു സംഭവമല്ല, പല സംഭവങ്ങളാണ് എന്നുള്ളത് നമുക്ക് വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നാളെ നമുക്കത് ചിന്തിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.